ഹലോ, ഇതുപോലെയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കാലപ്പ് നെക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ മെഷർമെൻറ്റുകൾ നമ്മൾ ഈ ഒരു മെറ്റീരിയലിലേക്കൊന്ന് വരച്ചെടുക്കണവേ. അപ്പം നമുക്ക് ഏത് ഡിസൈനിൽ നമുക്ക് റൗണ്ട് നെക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വി നെക്കോ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു മെഷീനിൽ ഇതിലിപ്പോൾ ഒരു 5ാമത് സ്റ്റിച്ചാണ് ആ ഒരു സാറ്റിൻ സ്റ്റിച്ച് വരുന്നത്. ഇതിൽ ആ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ടെൻഷൻ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വയ്ക്കണേ. അപ്പോൾ ആ 5 എന്നുള്ള അതും ഒന്ന് സെലക്ട് ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ടെൻഷൻ നമ്മൾ 0യിലും ഇട്ട് കൊടുക്കണേ. എന്നിട്ടാണ് ഞാനിതിൽ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഡിസൈൻ വരച്ചെടുത്ത ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ആ ഒരു പേപ്പർ ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പേപ്പർ ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ആ ഒരു സ്കാലപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പം ഞാൻ ആ ഡിസൈനും റഫായിട്ട് അതിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്ലോത്തിൽ നമ്മൾ ചെയ്യാത്തതെന്ന് വെച്ചാൽ അതൊരു ബീഡ്സ് വർക്ക് വരുന്ന മെറ്റീരിയലാണ്. അത് നെറ്റിൻ്റെ മെറ്റീരിയലുമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പം ചിലപ്പോൾ അത് കീറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് റോങ് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ആ ഒരു പേപ്പർ ക്യാൻവാസിന് പുറത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ ഷേപ്പിലൂടെ എല്ലാം ഇതുപോലെ ഒന്ന് വളച്ച് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അതുപോലെ നമ്മൾ ഓരോ വളവും എത്തുമ്പോഴും ഇതുപോലെ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമുക്ക് തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്കാലപ്പിൻ്റെ ആ ഒരു പോർഷൻ മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് വരാൻ വേണ്ടി നമുക്കിതുപോലെ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം ആ ഒരു വളവ് പോർഷൻ എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇരുവശത്തേക്കുമായിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതൊരു സാറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ ക്യാൻവാസ് അത്ര നല്ല നീറ്റായിട്ട് ഒട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നമ്മുടെ സാധാരണ മെറ്റീരിയലിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ വരയ്ക്കുന്ന പാറ്റേണിൻ്റെ അനുസരിച്ചും ഇരിക്കുവേ. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു ഫ്രീ ഹാൻഡായിട്ടാണ് ആ ഒരു പാറ്റേൺ വരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ കുഴപ്പങ്ങളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മൾ ഒരു മെഷർമെൻറ്റിൽ കറക്റ്റിൽ വരച്ചെടുക്കുകയാണെങ്കിൽ സ്കാലപ്പിൻ്റെ ആ ഒരു പാറ്റേൺ വെട്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിതിനേക്കാട്ടിൽ പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുവേ. അപ്പോൾ ഇനി സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ടൈപ്പ് സ്കാലപ്പുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുവേ. അങ്ങനെ നമ്മളിതാ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്കാലപ്പ് ചെയ്ത് തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അപ്പുറത്തേക്ക് വരുന്ന വശത്തേക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാവേ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. ഇതാ കണ്ടോ, ഇതിൽ കാണിക്കുന്ന പോലെ ഇതാ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്കാലപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടെ ഒരു ഹാൻഡ് വർക്ക് വന്ന ഒരു മെറ്റീരിയലായിട്ടാണ് അധികം അതിൽ അറിയാത്തത്. ആ വൈറ്റ് കളറിൽ തന്നെ വന്നിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ ഇതാ നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ തന്നെ ആ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സ്കാലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് നോക്കാവേ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എക്സസ് വരുന്ന ആ നടുക്കത്തെ ആ ഒരു പീസുകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണേ. അത് ഈ സ്കാലപ്പിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് സോൾഡറിങ് അയൺ കൊണ്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് അതൊരു ചന്ദനത്തിരി കൊണ്ടൊന്ന് ഉരുക്കിയാലും മതി. ഇവിടെ ഞാൻ അത് കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് ആ സോൾഡറിങ് അയൺ കൊണ്ടൊന്ന് ഉരുക്കി എടുത്തേക്കുവാണ്. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സ്കാലപ്പ് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു നെക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏത് ഡ്രസ്സിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റായിട്ടുള്ള സ്കാലപ്പിനൊക്കെ.